ഇതാണ് നമ്മുടെ നിസാമുദ്ദീൻ കണ്ണൂർ, നിസാമുക്ക. ഇദ്ദേഹം പരമ്പരാഗത കൃഷിയുടെ വിത്തിനങ്ങളുടെ പ്രചാരകനും സംരക്ഷകനുമാണ്. ഇന്ന് നമ്മുടെ ഈ വെല്ലൂര് വന്നിട്ടുള്ള ഈ കൃഷിയുടെ ഇതിന്റെ ഒരു മേൽനോട്ടം വഹിക്കുന്ന ഒരാളും കൂടെയാണ്, അവരെ കൂടെ സഹകരിച്ചു പോകുന്ന ഒരാളും കൂടെയാണ്. അപ്പോൾ അദ്ദേഹത്തോട് നമുക്ക് ഇതിനെ കുറിച്ച് കൂടുതലായിട്ട് ചോദിച്ചറിയാം. സാർ, ഇതിനെ കുറിച്ച് ഇത് ഇതാരാണ് സംഘടിപ്പിക്കുന്നത്? നമ്മാൾവാർ. അതിനു മുമ്പ് നമ്മാൾവാർ അവരെ നമ്മാൾവാർ ഇപ്പോൾ ആള് ജീവനോടെ ഇല്ല. പക്ഷെ അദ്ദേഹം അന്ന് ജൈവ കൃഷിക്ക് വേണ്ടിയിട്ട് തമിഴ്നാട്ടിൽ ജീവിതം ഒഴിഞ്ഞു വെച്ച ആളാണ്. അവരെ ഒരു ഗുരുവായിട്ട് നിർത്തിയിട്ട് യങ്ങായിട്ടുള്ള കുറച്ച് വെൽ എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള കുട്ടികൾ, യുവാക്കൾ ഈ തമിഴ്നാട് സീഡ് സേവേഴ്സ് നെറ്റ്വർക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു പേരിൽ തമിഴ്നാട് മുഴുവനും വ്യാപിച്ചെടുക്കുന്നത്. അപ്പോൾ വെല്ലൂരിൽ ഇപ്പോൾ 3 പേരുണ്ട്, തിരുവണ്ണാമലൈ, ചെന്നൈ, പോണ്ടിച്ചേരി, എല്ലാ ഭാഗത്തും ഇവർക്കുണ്ട്. നമ്മളിപ്പോൾ ഒരു സാധാരണ ഒരു സംഘടന നമ്മളല്ല, അതല്ല. ഇവിടെ എന്ന് വെച്ചാൽ കുറേ മെയ്യും ഒരു മനസ്സുമായിട്ട് പ്രവർത്തിക്കുന്ന, അതാണ് ഇവർ ഏറ്റവും വലിയ വിജയം. നമ്മളെ നാട്ടുകാർക്ക് ഇല്ലാത്തത് അതാണ്. ഇത് 3ാമത്തെ വർഷമാണ് നടക്കുന്നത്. 3ാമത്തെ വർഷം നടക്കും. തുടക്കത്തിൽ ഞാൻ ഇവരടുത്ത് പരിചയപ്പെട്ട ഉടനെ ഞാൻ ഇവരടുത്ത് വന്നിരുന്നു. ആദ്യം ഇവരോട് പറഞ്ഞത്, ഞാൻ ഒരുപാട് ജൈവ കൃഷിക്കാരെ ഞാൻ കണ്ടതുമാണ്, കേട്ടതുമാണ്, അവരെ നാട്യം എനിക്കറിയുന്നതാണ്. അപ്പോൾ ആദ്യം പരിചയപ്പെട്ട ഉടനെ ഞാൻ അവരോട് ചോദിച്ചത്, നിങ്ങളൊക്കെ ഫീൽഡ് എനിക്കൊന്ന് കാണണം. എന്നാൽ ഞാൻ വന്ന ഉടനെ ഞാൻ 5:45 ഇവിടെ കാട്ട്പാടിയിലെത്തി. 6:30 യുവരാജിൻ്റെ വീട്ടിലെത്തി. 7:15 എന്നെ കൂട്ടിയിട്ട് അവർ ബൈക്കിൽ ഓരോ ഫീൽഡും കാണിച്ചു തന്നു. ഞാൻ 100% സംതൃപ്തിയോടുകൂടി കണ്ട ഫീൽഡ് തമിഴ്നാട്ടിലാണ്. കേരളത്തിൽ അങ്ങനെ ഒരു ഫീൽഡ് ഞാൻ കണ്ടിട്ടില്ല, ഉറപ്പിച്ച് പറയുന്നു. അത് മാത്രമല്ല, അവർ ചെയ്യുന്ന ഇപ്പോൾ നമ്മളെ കേരളത്തിൽ വിത്ത് വിതരണക്കാർ ഒരുപാട് വില കൊടുത്തിട്ട് വിലക്ക് വെക്കുന്ന ആൾക്കാരുണ്ട്. എന്നാൽ ഇവർ വെറൈറ്റി വിത്തുകൾ വെറും തുച്ഛമായ 20 രൂപക്കാണ്. നമ്മളെ നാട്ടുകാർ 200 രൂപക്ക് വിൽക്കുന്നുണ്ടെങ്കിൽ ക്വാളിറ്റിയുള്ള വിത്തുകൾ, ഫുൾ ജെർമിനേഷൻ, അത്രയും കണ്ടീഷനായിട്ട് അവർ ചെയ്യുന്നതാണ്. ഇതിപ്പം വ്യത്യസ്ത പല കൂട്ടായ്മകളിൽ നിന്നും, കൂട്ടായ്മയല്ല, പല ഡിസ്ട്രിക്റ്റുകളിൽ നിന്നും, പല ദേശങ്ങളിൽ നിന്നാണ് അവർ വരുന്നത്. പക്ഷെ എല്ലാവരും ഒരു സ്ഥലത്ത് കൂടിച്ചേരും. അപ്പോൾ ആ വിധത്തിലാണ് ഇവർ നടക്കുന്നത്. ഇപ്പോൾ വേറൊരു കാര്യം കൂടിയാണ്, ഇതിലൊരു പ്രദീപുണ്ട്, പ്രദീപ് കുമാർ. ആ പ്രദീപ് കുമാർ തക്കാളി മാത്രം സംരക്ഷിക്കുന്ന ആളാണ്. യുവരാജ് ഫുൾ കിഴങ്ങ് വർഗ്ഗങ്ങളാണ്, 2 യുവരാജ്. പിന്നെ സുന്ദർ, അത് വേറൊരു ഐറ്റം സംരക്ഷിക്കുന്നു. പ്രശാന്ത് വേറൊരു ഐറ്റം സംരക്ഷിക്കുന്നു. ഇനി മാണവാര് പ്രദീപ് എന്നൊരു പ്രദീപുണ്ട്, അത് വേറൊരു ഐറ്റം. പ്രിയ, രാജ, നാരായണൻ, അവർ ചെയ്യുന്നത് വെണ്ടക്ക മാത്രം സംരക്ഷിക്കുന്നു. ഇങ്ങനെ നാട് മുഴുവനും വ്യാപിച്ച് കിടക്കുന്ന തമിഴ്നാട് സീഡ് സേവേഴ്സ് നെറ്റ്വർക്ക്. നമ്മൾ ഈ കാണുന്നതൊക്കെ പക്ക ജൈവ കൃഷിയാണ്. ജൈവ കൃഷി 100%. നമ്മളാ കണ്ട വലിയ മത്തൻ. അത് മാത്രമല്ല, ഇവിടെ ഇവർക്കൊരു വേറൊരു പ്രത്യേകതയുണ്ട്. ഇവിടെ അരിയുണ്ട്, എല്ലാതരം നാടൻ വസ്തുക്കളുടെ എല്ലാം ഓർഗാനിക്കായിട്ട് ഉണ്ടാക്കിയ. ഇവർക്ക് 100% ഉറപ്പുള്ള ആളെ മാത്രമേ ഇതിനകത്ത് കയറ്റും. ഇതെൻ്റെ അനുഭവം പറയാൻ, ആദ്യത്തെ വർഷം വന്നപ്പോൾ എൻ്റെ നാട്ടിലെ സ്ഥിതിയിൽ എനിക്കറിയാൻ പറ്റുമോ. ഞാൻ സുന്ദറിനോട് ചോദിച്ചു, സുന്ദർ, എനിക്ക് മാപ്പിള സംഭ അരിസി വേണോ, എന്ത കടയിൽ നിന്ന് വാങ്ങണോ? അയ്യോ പുറിഞ്ചാച്ചി, എന്ത കടയിൽ വാങ്ങുക, ഡ്യൂപ്ലിക്കേറ്റ് ഒരാളെ ഇങ്ങനെ ഞാൻ അലൗഡ് പണില്ല. അവർക്ക് അവൻ തമിഴിൽ പറഞ്ഞ അതേപോലെ ഞാൻ പറഞ്ഞതേ ഉള്ളൂ. ഡ്യൂപ്ലിക്കേറ്റ് ആളെ ഒരാളിൻ്റെ അകത്ത് കയറ്റിയിട്ടില്ല. നിങ്ങൾക്ക് ഏത് കടയിൽ നിന്ന് ഇഷ്ടമില്ലെടുത്ത കടയിൽ വാങ്ങിക്കോ, 100% പക്കയാണ്. നമ്മളിപ്പോൾ കണ്ട നല്ല വലിയ തക്കാളികളൊക്കെ പൂർണ്ണമായും ജൈവ കൃഷിയിലുള്ളതാണ്. ഇന്നലെ കൂടി ഞാൻ അവിടെ പോയി, വിശ്വസിക്കാൻ തന്നെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. നമ്മൾ കർണാടകത്തിലൊക്കെ പോകുന്ന സമയത്ത് പക്ക ജൈവവളം എന്നുള്ള സാധനം ഉപയോഗിക്കുന്നില്ല എന്നുള്ളതാണ് നമുക്ക് തോന്നുന്നത്. ഇവരെ ഓരോ ആളെ മുറ്റത്ത് കാണുന്ന ചാണകത്തിന്റെ കൂനയാണ് അല്ലെങ്കിൽ മലയാണ്. ഇന്നലെയും ഞാൻ തക്കാളിൻ്റെ പ്രദീപിന്റെ വീട്ടിൽ പോയി അവിടെ നിന്നാണ് ഊണ് കഴിച്ചത്. നമ്മൾ 3-4 പേരുണ്ടായിരുന്നു. ഞാൻ ഒരു ജേർണലിസ്റ്റും കൂടെ ഉണ്ടായിരുന്നു. അവരും കൂടി നോക്കിയിട്ട്, അവരെ അഗ്രികൾച്ചറൽ സ്പെഷ്യലിസ്റ്റും കൂടിയാണ്, ലക്ഷ്മി എന്ന് പറഞ്ഞിട്ട്. ഓരോ സംഗതി നമ്മൾ നേരിട്ടറിഞ്ഞല്ല, കണ്ടറിയുമോ അനുഭവിച്ചറിയുമോ, അത് പറഞ്ഞറിയിക്കാൻ പറ്റില്ല. ഇത്ര എനിക്ക് പറയാനുണ്ട്. നമ്മുടെ കേരളത്തിലുള്ളതിനേക്കാളും കൂടുതൽ എത്രയോ ഇരട്ടി ജൈവ കർഷകർ തമിഴ്നാട്ടിലുണ്ട്. യെസ്, അതേ ഉണ്ട്. നന്നായി അവർ കൃഷി ചെയ്യുന്നുണ്ട്. ആ വിളവൊക്കെ എന്ന് പറഞ്ഞാൽ ശരിക്കും രാസ കീടങ്ങൾ ഉപയോഗിച്ച് ചെയ്യുന്നതിനേക്കാളും ബെറ്റർ ആയിട്ട് തന്നെ നല്ല ക്വാളിറ്റി ഉള്ള നല്ല കായ്കൾ നമ്മൾ കാണാനും പറ്റി ഇപ്പോൾ ഇവിടെ. പക്ഷെ എന്തുകൊണ്ട് ഇവരെ നമ്മൾ അഡ്രസ് ചെയ്യപ്പെടുന്നില്ല, അറിയുന്നില്ല എന്നുള്ളത്? കരയുന്ന ആൾക്കാർക്ക് മിഠായി ഉള്ളൂ.
ഒറ്റ വാക്കി പറഞ്ഞു. കാരണം ഇവർ സ്വയം PR വർക്ക് നടത്തുന്നില്ല. എന്നെപ്പോലെ അറിഞ്ഞ ആൾ പറഞ്ഞതാണ് ഇത്. അങ്ങനെയാണ് ഞാൻ കേരളത്തിൽ മുഴുവൻ ഇവരെ പറ്റിയിട്ട് കൂടുതൽ അവരെ ഒരു 99% പ്രചരിപ്പിച്ചത് ഞാനെന്ന് വേണമെങ്കിൽ പറയാം. കേരളത്തിൽ എന്താ കാര്യം എന്ന് വെച്ചാൽ അവർ അത്രയും സിൻസിയറായിട്ടാണ് പണിയെടുക്കുന്നത്. പിന്നെ അവർക്ക് മുൻനിരയിലെത്തി ഞാൻ ആളാവണം എന്നുള്ള ആ ചിന്താഗതിയില്ല. അവരെ ഓരോ സ്കൂളിനൊക്കെ തമിഴ്നാട് മുഴുവനും സ്കൂളുകൾ ഇപ്പോഴേ അവർ മോട്ടിവേറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അവിടെ ഇതേപോലെ തന്നെ ചെറിയ വിധത്തിലുള്ള ഒരു വിത്തുത്സവം അല്ലെങ്കിൽ പ്രദർശനം സ്കൂൾ കുട്ടിയൊക്കെ അവർക്ക് ക്ലാസ് കൊടുത്ത് അങ്ങനെ ഡെവലപ്പ് ചെയ്തുകൊണ്ടിരിക്കുന്നു. ശരിക്കും പറഞ്ഞാൽ നമ്മൾ കേരളക്കാർ ഇവരത് കണ്ടിട്ട് നാണിക്കണം. നമ്മൾ പറച്ചിൽ മാത്രമേ ഉള്ളൂ, ഇവർ പ്രവൃത്തിയിലാണ്. ഒരു 10 വർഷം കഴിഞ്ഞാൽ നമ്മളിപ്പോൾ തമിഴിനെ കളിയാക്കുന്നത് രാസത്തിൻ്റെ തന്നെ ഈ തമിഴിൻ്റെ കാല് പിടിക്കേണ്ടി വരും ജൈവത്തിന് വേണ്ടിയിട്ട്. നമ്മൾ ജൈവം എന്നും പറഞ്ഞ് നടക്കാമെന്നല്ലാതെ 100% ജൈവം നാളെ വളരെ കുറവായിട്ടാണ് ഞാൻ മനസ്സിലാക്കിയത്. ഞാനും സേനു സാറും കുറച്ച് മുമ്പ് പിന്നെ തൂക്കൽത്തുരി അതേപോലെ മസ്കൽ ആ ഊട്ടിയുടെ താഴ്ഭാഗത്ത് കൂടെ ഞങ്ങൾ യാത്ര ചെയ്തു. മസനഗുഡിയല്ല, പിന്നെ അതായത് കൂക്കൽത്തുരൈ. അപ്പോൾ ആ പോകുന്ന സമയത്ത് നമ്മൾ കണ്ടു ഒരു 60% നല്ല ജൈവവളം ഉപയോഗിച്ച് തന്നെ അവർ കൃഷി ചെയ്യുന്നുണ്ട്. അതിപ്പോ ജൈവ കൃഷിക്കാരൊന്നുമല്ല, എന്നിരുന്നാൽ പോലും അവര് ഘട്ടം ഘട്ടമായിട്ട് ജൈവ കൃഷിയിലേക്ക് ചാണകം കൃത്യമായിട്ട് മണ്ണി അപ്ലൈ ചെയ്യും. അതെ, അവര് ഇങ്ങനെ കൃഷിയിലേക്ക് വന്നുകൊണ്ടിരിക്കുകയാണ്, ജൈവ കൃഷിയിലേക്ക്. അല്ല, എന്താ കാരണം എന്ന് വെച്ചാൽ നമ്മളെ നാട്ടില് ഇപ്പൊ ഷിനു അഗ്രികൾച്ചർ ബേസ് പഠിച്ചാളാ. രാസവളം ഉപയോഗിക്കാൻ പറഞ്ഞാലും ആദ്യം ബേസിക് ജൈവവളം കൊടുത്തിരിക്കണം നിയമം. ഈ ജൈവവളത്തിന് പകരം രാസവളമാണ് അടിവളമായിട്ട് കൊടുക്കുന്നത്. ഇവിടെ അങ്ങനെയല്ല കൊടുക്കുന്നത്. അടിവളം ജൈവവളം തന്നെ കൊടുത്തിട്ട് രാസം ഉപയോഗിക്കുന്ന ആൾ എനിക്കറിയാം. അവരൊന്നും ഈ കൂട്ടത്തിലില്ല. അവരില്ല. അവരാരിൻ്റെ അകത്ത് കയറ്റില്ല. അവർ എത്ര വലിയ ബന്ധത്തിലുണ്ടായാലും ശരി ഇതിൻ്റെ ഉള്ള കയറ്റില്ല. ഇവർ പരിപാടിക്ക് അവരെ പ്രൊമോട്ട് ചെയ്യില്ല. അതുകൊണ്ടാണ് വ്യത്യാസം. ഇതുപോലെ നമുക്കും ഒരു വരും തലമുറയെ മാറ്റിയെടുക്കാൻ നമുക്കും ഒരു ശ്രമം നടത്താൻ കഴിയില്ലേ? കഴിയും. ഞാൻ എത്രയോ വർഷങ്ങളായിട്ട് ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. വിത്ത് ഇന്ത്യ മുഴുവൻ, ഇന്ത്യക്ക് വെളിയിലും ഫ്രീ ആയിട്ട് ഇപ്പോൾ നാടൻ പച്ചക്കറി വിത്തുകൾ ഞാൻ ഇപ്പോൾ കൊടുത്തുകൊണ്ടിരിക്കുന്നത്. ഇപ്രാവശ്യം ഈ തമിഴ്നാട്ടിലെ അഗ്രികൾച്ചർ സ്റ്റുഡൻസിനാണ് ഞാൻ ഫ്രീ ആയിട്ട് വിത്ത് കൊണ്ടുവന്നത്. കൃഷിക്കാരുടെ വെൽ സെറ്റിൽഡാണ്. അപ്പോൾ അതിനേക്കാളും നല്ല കുട്ടികളെ ഒരുപാട് കുട്ടിയെ കൊടുത്ത് ഇനിയും കുറേ എൻ്റെ കയ്യിലുണ്ട് ഇത് കൊടുക്കാനുള്ളതാണ്. ഞങ്ങൾ അങ്ങനെ ഒരു ശ്രമം നടത്തുന്നുണ്ട്. അതായത് ഓരോ വീട്ടിലും അവനവന് ആവശ്യമുള്ള പച്ചക്കറികൾ ഉൽപ്പാദിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു അടുക്കളത്തോട്ടം. അതിനേക്കാളും നല്ലത് നമ്മൾ ചെയ്യേണ്ടത് വിത്തുകളുടെ മേളയാണ് കേരളത്തിൽ ആവശ്യം. ഈ വിത്ത് മേള ഞാൻ പറയും. ഞാൻ ഇന്ത്യ മുഴുവനും ഇങ്ങനെയുള്ള സീഡ് മെഗാ ഫെസ്റ്റിവൽ എന്ന് പറഞ്ഞ വലിയ ബോർഡ് പോയിട്ടുണ്ട്. പക്ഷെ മുഴുവനും പ്രൊപ്പഗണ്ടയല്ലാതെ PR വർക്കല്ലാതെ പ്രാക്ടിക്കലായിട്ട് കണ്ടിട്ടില്ല. ഇനി ഞാൻ ഉറപ്പിച്ചിട്ട് അടിവാരയിട്ട് പറയുന്നു, തമിഴ്നാട് സീഡ് സേവേഴ്സ് നെറ്റ്വർക്ക് നടത്തുന്ന ഈ മെഗാ സീഡ് മേള ഇതിനെല്ലാം ദക്ഷിണേന്ത്യയിൽ വേറെ ഇല്ല. എന്തുകൊണ്ട് ഇതുപോലെ ഒരു കൂട്ടായ്മ കേരളത്തിൽ സംഘടിപ്പിക്കാൻ പറ്റില്ല? കാരണം എന്താ അറിയോ, നമ്മൾ ഫുട്ബോളിന് ഞാൻ താരതമ്യം ചെയ്യാം. ഫുട്ബോളിൽ 22 ആളുണ്ടാവും, ഗോളി അടക്കം. ഇവർ പണിയെന്താ അറിയാം, നമ്മളെ ശരിക്കും പറഞ്ഞാൽ ഓരോ ആൾക്കും ഗോളടിക്കണ ചിന്താഗതിയാണ്. യൂണിറ്റി എന്ന് പറയുന്ന സംഭവം നമ്മളടുത്തില്ല. പിന്നെ അതിൻ്റെ കൂടെ പൊളിറ്റിക്കൽ എന്നാൽ അയാൾ ഇന്ന പാർട്ടിക്കാരനാണ്, അല്ലെങ്കിൽ അവൻ ശരിയാവില്ല. ഇത് വിട്ടിട്ട് നമ്മളെ നാട് ജനങ്ങൾ നമുക്ക് വളരണം എന്നുള്ള ചിന്താഗതി ഉണ്ടായാലേ കേരളത്തിൽ ഇതേപോലത്തെ ഒരു പരിപാടി ഉണ്ടാക്കാൻ പറ്റും. അല്ലെങ്കിൽ അത് പൊളിക്കാനായിട്ട് വേറൊരു ഗ്രൂപ്പ് തയ്യാറായിട്ടുണ്ട്. ഇവിടെ യുവാക്കളായാലും പ്രായമുള്ളവരായാലും നാട്ടുകാരായാലും ഒക്കെ ഒരേ മനസ്സോട് കൂടിയിട്ടാണ് ഇതിൻ്റെ കൂടെ നിൽക്കുന്നത്. എല്ലാ കർഷകരും ഒറ്റക്കെട്ടായിട്ടാണ് നിൽക്കുന്നത്. എന്തുകൊണ്ട് നമുക്ക് കേരളത്തിൽ ഇതുപോലെ ഒരു യൂണിറ്റോ സംവിധാനമോ ചെയ്യാൻ കഴിയുന്നില്ല, അല്ലെങ്കിൽ ഉണ്ടായി വരുന്നില്ല? കഴിവും പ്രാപ്തിയുള്ളത് നമുക്ക് തന്നെയാണ്, പക്ഷേ അതിനുള്ള മനസ്സ് വേണം. ഞാൻ സാധാരണ എന്തെങ്കിലും ക്ലാസ് പറഞ്ഞു കൊടുക്കുന്ന സമയത്ത് ഒരു വാക്ക് പറയാറുണ്ട്, വിത്ത് എങ്ങനെ മുളപ്പിക്കണമെന്ന് ചോദിക്കും. അപ്പം പറയാം മണ്ണിൽ. പോയി വിത്ത് മുളപ്പിക്കണമെന്ന് മനസ്സിലാ വിത്ത് മുളക്കണ്ടേ, എങ്കിലേ മണ്ണിൽ മുളക്കും. അതേപോലെ തന്നെ നമ്മളൊക്കെ ഒരേ മനസ്സും കുറേ ശരീരമായി നിന്ന് മാത്രം രാഷ്ട്രീയം, മതം, ഗ്രൂപ്പ് ഇതൊക്കെ ഒഴിവാക്കി നമ്മൾ ഒറ്റക്കെട്ടായി നിന്ന തമിഴ്നാടിനെ വെല്ലുന്ന വിധത്തിൽ നമുക്ക് ചെയ്യാൻ പറ്റും. പക്ഷേ നമ്മളതിന് സാധിക്കില്ല എന്നാണ് ഞാൻ പറയുന്നത്. ദയനീയമായിട്ട് ഞാൻ പറയുന്നത്.